പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ പ്രമുഖ സിനിമാ നടന്മാരിൽ ഒരാളായിട്ടുള്ള ശ്രീമൻ ദിലീപ് കഴിഞ്ഞ 7-8 വർഷക്കാലമായി ഒരു പ്രമുഖ സിനിമാ നടിയെ കൊട്ടേഷൻ ബലാത്സംഗം നടത്തി എന്നുള്ള കേസിൽ പ്രതിയായിട്ട് നിൽക്കുകയാണല്ലോ. അതായത് കേരളത്തിലെ പ്രമുഖയായിട്ടുള്ളൊരു നടിയെ അവരെ ലൈംഗികമായി പീഡിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ ബലാത്സംഗം ചെയ്യാൻ ഒരു ക്രിമിനലിന് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള കേസിൽ പ്രതിയായി തുടരുകയാണ് സിനിമാ നടനായിട്ടുള്ള ദിലീപ്. 2017 മറ്റും ഉണ്ടായതാണ് ആ കേസ്. ആ കേസ് ഇപ്പോൾ 7-7.5 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം ഇപ്പോൾ അത് വിധി പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ആ കേസ് കഴിഞ്ഞ് 7-7.5 വർഷക്കാലമായി കേരളത്തിൽ വലിയ വിവാദമുണ്ടാക്കിയ കേസാണ്. പ്രതികളെ പിന്നെ സാക്ഷികളെ കൂറുമാറ്റിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം, അതുപോലെ തന്നെ അതിൽ ഇരയായിട്ടുള്ള ആ സ്ത്രീയെ മാനസികമായി പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, കോടതിയിൽ വക്കീലന്മാർ ആ ഇരയെ ഈ മൊഴി ഈ വിസ്താരത്തിൻ്റെ സമയത്ത് പീഡിപ്പിച്ചത്, അവർ പൊട്ടിക്കരഞ്ഞത്, അങ്ങനെ ഒരുപാട് ന്യായാധിപന്മാർ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ പെൻഡ്രൈവ് അതിൻ്റെ ഈ പീഡന ദൃശ്യങ്ങൾ കണ്ടു എന്നുള്ള ആരോപണങ്ങൾ, അങ്ങനെ ഒരു പിടി ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളതാണ്. ആ വിഷയത്തിൽ കോടതിക്കെതിരെയും ഒക്കെ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. വലിയ ദീർഘമായിട്ടുള്ള കോടതി നടപടികൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ ദിലീപ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 80-85 ദിവസം ജയിലിൽ കിടന്നത് നമുക്കറിയാം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നീട് സിനിമാ മേഖലയിലെ ഈ ലൈംഗിക ചൂഷണവുമൊക്കെയായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് പിണറായി സർക്കാർ തന്നെ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെച്ചത്. ആ റിപ്പോർട്ട് വരാതിരുന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് വിവാദങ്ങളുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് വന്നതുമായി ബന്ധപ്പെട്ട് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള വിവാദങ്ങൾ പിന്നീടുണ്ടായി. പല നടിമാരും തങ്ങൾക്ക് ഏറ്റ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നു. അങ്ങനെ ഒരു പിടി വിഷയങ്ങൾ കഴിഞ്ഞ 7-7.5 വർഷക്കാലമായി ഈ ദിലീപ് ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഉൾപ്പെട്ടുന്ന ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഈ കൊട്ടേഷൻ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരള സമൂഹത്തെ പിടിച്ച് ഉലച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് പിടിച്ച് ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഏതാണ്ട് 7-7.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ വിചാരണ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അധികം താമസിക്കാതെ വിധി വരും എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. സുഹൃത്തുക്കളെ, അതിനിടയിൽ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആ വിഷയത്തിൽ ഇരയോടൊപ്പം അടിയുറച്ച് നിൽക്കുന്ന ഗവൺമെൻറ്റാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നതെന്നാണല്ലോ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭരണകൂടം ശ്രമിച്ചിട്ടുള്ളത്. ഇരയ്ക്കൊപ്പമാണ് ഞങ്ങൾ എന്നാണ് പിണറായി സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതും തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു സർക്കാരാണ് ഈ കേരളത്തിൽ അധികാരത്തിൽ. ആ സർക്കാരിനെ നയിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള CPM ആണ്. കാരണം CPM-ന്റെ നയങ്ങളാണല്ലോ ഈ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീ സുരക്ഷ CPM-ന്റെ നയമായതുകൊണ്ടാണല്ലോ പിണറായി സർക്കാർ നടപ്പിലാക്കുക. ആ ഗവൺമെൻറ്റിനെ നയിക്കുന്ന CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമാൻ MA ബേബി, അദ്ദേഹം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പോലെ പോളിറ്റ് ബ്യൂറോ മെമ്പറല്ല, അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഈ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി ഈ കൊട്ടേഷൻ ബലാത്സംഗ കേസിലെ പ്രതിയായി നിൽക്കുന്ന മലയാളത്തിലെ പ്രമുഖ നടിയെ കൊട്ടേഷൻ ബലാത്സംഗത്തിന് വിധേയമാക്കിയ കേസിൽ കുറ്റക്കാരനാണെന്ന് പൊതുസമൂഹം വിശ്വസിക്കുന്ന ദിലീപ് എന്ന് പറഞ്ഞ നടൻ അഭിനയിച്ച ഒരു സിനിമ, പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞൊരു സിനിമ, ആ സിനിമയുടെ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോഴത്തേക്ക് നമ്മൾ അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിലീപിനെ വെള്ളപൂശാൻ സമൂഹത്തിൽ കോടികൾ മുടക്കി വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോടതിയിലെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു ബാറ്ററി ഓഫ് അഭിഭാഷകർ, ചെറുതും വലുതുമൊക്കെ ആയിട്ടുള്ള അഭിഭാഷകർ കോടതികൾ ശ്രമിക്കുമ്പോൾ പുറത്ത് ദിലീപിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു PR വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെയും കൂടെ പശ്ചാത്തലത്തിൽ എളുപ്പം പുതിയതായിട്ട് അഭിനയിച്ച പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ, ആ സിനിമയുടെ ഒരു പ്രത്യേക പ്രദർശനം ഡൽഹിയിൽ വെച്ച് നടത്തുന്നു.
ഏത് ആ സിനിമ ഡൽഹിയിൽ പിന്നെ റിലീസ് ചെയ്തതല്ല, റിലീസ് ചെയ്തതായിട്ട് അറിവില്ല. ആ സിനിമയുടെ ഒരു പ്രത്യേക പ്രദർശനം ഡൽഹിയിൽ വെച്ച് നടക്കുന്നു. ആ ഡൽഹിയിൽ വെച്ച സിനിമയുടെ പ്രത്യേക പ്രദർശനം നടക്കുമ്പോൾ CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആ പ്രദർശനം കാണാൻ അവിടെ വരുന്നു. യഥാർത്ഥത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി ആ സിനിമ കാണാനേ പാടില്ല. കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു കുപ്രസിദ്ധമായിട്ടുള്ള ഒരു കൊട്ടേഷൻ ബലാത്സംഗ കേസിൽ പ്രതിയായി നിൽക്കുന്ന ഒരാൾ നായകനായി അഭിനയിക്കുന്നതാണ് ആ സിനിമ. സ്വാഭാവികമായി സിനിമ CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി കാണാൻ ചെന്ന വിവാദമുണ്ടാകും എന്ന് തലയ്ക്ക് വലിയുള്ള ഏതൊരു സാധാരണ കമ്മ്യൂണിസ്റ്റുകാരന് വരെ തോന്നേണ്ടതാണ്. പക്ഷേ അത് ദേശീയ ജനറൽ സെക്രട്ടറിക്ക് തോന്നിയില്ല. അയാൾ എന്ത് ചെയ്തു? അയാൾ ഈ ദിലീപ് എന്ന് പറഞ്ഞ ഈ വിവാദ ഉണ്ടാക്കിയ ഈ സ്ത്രീപീഡന കേസിൽ പ്രതിയായ കുറ്റവാളിയാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന ദിലീപ് അഭിനയിച്ച ആ സിനിമയുടെ പ്രത്യേക പ്രദർശനം ഡൽഹിയിൽ വെച്ചപ്പോൾ അത് കാണാൻ വേണ്ടി അവിടെ ചെല്ലുന്നു. ഞാൻ വിശ്വസിക്കുന്നത് MA ബേബിക്ക് കാണാൻ വേണ്ടി തന്നെയാണ് അത് ഡൽഹിയിൽ അതിൻ്റെ പ്രദർശനം വെച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ നിൽക്കട്ടെ, അത് കാണാൻ അയാൾ അവിടെ ചെല്ലുന്നു. അയാൾ കാണുന്നു. കണ്ടിട്ട് ഇറങ്ങി വന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആണെന്ന് ഓർക്കണം. അയാൾ വന്നിട്ട് ആ സിനിമയെ വാനോളം പുകഴ്ത്തുന്നു. വാനോളം പുകഴ്ത്തിയിട്ട് അയാൾ പറയുന്നു അത് സോഷ്യൽ മീഡിയയിൽ ചില തെറ്റായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ വരും, അതിൻ്റെ ഒന്നും പുറകെ പോകരുത് എന്നൊക്കെ പറയുമ്പോൾ അയാൾ ഉദ്ദേശിച്ചത് ദിലീപിനെതിരായിട്ടുള്ള പിന്നെ പ്രചരണങ്ങളും നമ്മൾ വിശ്വസിക്കരുത് എന്നാണോ എന്ന് സംശയിച്ചാൽ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ സുഹൃത്തുക്കളെ? അപ്പോൾ അയാൾ ആ സിനിമ കാണാൻ ചെല്ലുന്നു. സിനിമ കാണാൻ പാടില്ലായിരുന്നു, അതൊന്ന്. രണ്ട്, കണ്ടിട്ട് ആ സിനിമയെ അയാൾ വാനോളം പുകഴ്ത്തുന്നു. ആലോചിച്ച് നോക്കണം. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പോലുമല്ല, ദേശീയ ജനറൽ സെക്രട്ടറി ആണെന്ന് ഓർക്കണം. അപ്പോൾ CPM-കാർ സിനിമ കാണാറുണ്ട്, ആ സിനിമയെക്കുറിച്ചിട്ട് അവർ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ അവരുടെ പ്രതിശാസ്ത്രം പ്രോത്സാഹിപ്പിക്കുന്നതും അതിനനുസൃതമായിട്ടുള്ള സിനിമകൾ കണ്ടിട്ടാണ് അവർ അഭിപ്രായം പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നരവേട്ട എന്ന് പറഞ്ഞൊരു സിനിമ കളിച്ചുകൊണ്ടിരിപ്പുണ്ട്. അത് MA ബേബി കണ്ടിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് ആർക്കും അതിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം മുത്തങ്ങ വിഷയം ഈ പറഞ്ഞ പോലെ കേന്ദ്ര ബിന്ദുവാക്കിയുള്ള ഒരു സിനിമയാണത്. ആദിവാസി വിഷയമൊക്കെ വ്യാപകമായി ചർച്ച ചെയ്യുന്നൊരു വിഷയം. ആ സിനിമ MA ബേബി കണ്ടിട്ടൊരു അഭിപ്രായം പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഒരു ലൈംഗിക പീഡന കേസിൽ പ്രതിയായ ഒരു നടൻ, ആ നടനാണ് കുറ്റവാളിയെന്ന് ജനങ്ങളിൽ ഭൂരിപക്ഷം വിശ്വസിക്കുന്ന ഒരു നടൻ്റെ സിനിമ ഡൽഹിയിൽ വെച്ച് അത് നടത്തിയ പ്രത്യേക പിന്നെ ഷോ പോയി കാണുകയും അതിനെക്കുറിച്ച് വാനോളം പുകഴ്ത്തുകയും ചെയ്യുകയെന്നു MA ബേബി എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും വിവാദം ആവുക എന്നതിൽ വല്ല അത്ഭുതമുണ്ടോ സുഹൃത്തുക്കളെ? വല്ല അത്ഭുതമുണ്ട്? ബേബി അതിനൊക്കെ പറഞ്ഞിരിക്കുന്ന ന്യായം എന്നൊക്കെ പറഞ്ഞ അസംബന്ധമാണ്. അയാളുടെ എന്തോ ഒരു സുഹൃത്തായിട്ടുള്ള ഏതോ ഒരു യുവക സംവിധായകൻ പറഞ്ഞിട്ടാണ് പോയി കണ്ടെന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധം. അതവിടെ നിൽക്കട്ടെ. എന്തായാലും അത് വിവാദമായതിൽ അത്ഭുതമൊന്നുമില്ല. അത് വിവാദമാകും, അത് വിവാദമാകേണ്ടതാണ്. പക്ഷേ എനിക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ബേബി എന്ന് പറഞ്ഞ ഈ രാഷ്ട്രീയ നേതാവിനെ പതിറ്റാണ്ട് കാലത്തോളം നിരീക്ഷിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയിൽ ബേബി ആ സിനിമ പോയി കണ്ടതിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നതേയില്ല എന്ന് പറയാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. ബേബി അങ്ങനെ ഒരു സിനിമ കണ്ടതിൽ എനിക്ക് അത്ഭുതമില്ല എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് അത്ഭുതമില്ലെന്ന് പറയാൻ? ബേബിയുടെ കയ്യിലിരിപ്പതാണ് എന്നുള്ളതുകൊണ്ടാണ്. ബേബിയുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് കേരളത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ പല അവസരത്തിലും ഉയർന്നു വന്നിട്ടുണ്ട്. കവിയൂർ കേസിൽ ഇരയായി ആത്മഹത്യ ചെയ്ത അനഘ കട്ടിച്ച് പ്രായപൂർത്തിയായുള്ളൂ എന്ന് എൻ്റെ ഓർമ്മ. ആ പെൺകുട്ടി ജസ്റ്റിസ് ബസന്തിന് ഒരു കത്തയച്ചതായി ആരോപണം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ കവിയൂർ കേസിൽ ലൈംഗിക പീഡനത്തിന് വിധേയയായി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അനഘ ഹൈക്കോടതി ജസ്റ്റിസായിരുന്ന ജസ്റ്റിസ് ബസന്തിന് അയച്ച കത്തിൽ MA ബേബി എന്ന് പറഞ്ഞ ഈ രാഷ്ട്രീയ നേതാവിൻ്റെ പേരുണ്ടായിരുന്നുള്ള ആരോപണമുണ്ട്. അയാളുടെ ഒരു ബന്ധുവിൻ്റെ പേരുണ്ടായിരുന്നു എന്നും ആരോപണമുണ്ട്. അതുപോലെ തന്നെ ഇയാളെയും ഒരു ഉയർന്നു വരുന്ന SFI നേതാവായിട്ടുള്ള ഒരു പെൺകുട്ടിയെയും എറണാകുളത്ത് ഒരു ഹോട്ടലിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ പിടിക്കുന്നതിൻ്റെ വക്കത്ത് വരെ എത്തിയെന്നും ആ മുറിയിലെ പുറകു വാതിലിൽ കൂടിയാണ് MA ബേബി ഉൾപ്പെടെ ഈ SFIയുടെ നേതാവ് ഉൾപ്പെടെ രക്ഷപ്പെട്ടത് എന്നുമുള്ള ആരോപണമുണ്ട്. വളരെ ഗൗരവമായിട്ടുള്ള ആരോപണമുണ്ട്. ആരോപണം ബേബി നിഷേധിച്ചിട്ടില്ല. അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്രൈം എന്ന് പറഞ്ഞിട്ടൊരു വാരികയിൽ അത് വന്നതാണ്, പ്രസിദ്ധീകരിച്ചാണ്. ബേബി നിഷേധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ബേബിയുടെ നേതൃത്വത്തിൽ MP ആയിരുന്ന സമയത്തൊക്കെ പ്രവർത്തിച്ചിരുന്ന സ്വരലയ എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരാളാണ് MA ബേബി.
ഒരുപാട് ആരോപണങ്ങൾ വിധേയനായിട്ടുള്ള ആളാണ് എം എ ബേബി. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ആരോപണ വിധേയനായിട്ടുള്ള ആളാണ് എം എ ബേബി എന്നുള്ളത് കൊണ്ടാണ് അയാൾക്ക് ഈ സ്ത്രീപീഡന വിഷയത്തിൽ ആരോപണ വിധേയനായിട്ടുള്ള ദിലീപിൻ്റെ സിനിമ കാണാൻ പോകാൻ ഒരു ഉളുപ്പും തോന്നാതിരുന്നത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാറുള്ളത്. അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ വിവാദമുണ്ടാകുന്നത് സ്വാഭാവികം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ബേബി ആ സിനിമ കാണാൻ പോയതിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. ബേബിക്കും ആ സിനിമ കാണാൻ പോകുന്നതിൽ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും തോന്നാതിരുന്നതിൻ്റെ കാരണം സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ബേബിയുടെ സമീപനം എന്താണെന്ന് ബേബിക്ക് തന്നെ ബോധ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ബേബി ദിലീപ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വിവാദ ഉണ്ടാക്കിയിട്ടുള്ള സ്ത്രീപീഡന കേസിൽ പ്രതിയായി നിൽക്കുന്ന ആളുടെ സിനിമ കാണാൻ പോകുമായിരുന്നു സുഹൃത്തുക്കളെ എന്നെനിക്ക് തോന്നുന്നില്ല. പോയി എന്ന് മാത്രമല്ല, ആ സിനിമ നല്ല സിനിമയാണെന്ന് അതിന് വാനോളം പൂഴ്ത്തുകയും കൂടെ ചെയ്തിരിക്കുന്നു അയാൾ. അത് രണ്ടാമത്തെ കാര്യം. 3, ബേബിക്ക് കാണാൻ വേണ്ടി തന്നെയാണ് ഈ ദിലീപിൻ്റെ PR ടീം ഇത് ഡൽഹിയിൽ ഇതിൻ്റെ ഷോ നടത്തിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ബേബിയുടെ നിലപാട് അറിയാവുന്ന ആർക്കും, ഞാൻ ഉൾപ്പെടെയുള്ള ആർക്കും, ഒരു കൊട്ടേഷൻ ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള ജനങ്ങളിൽ ഭൂരിപക്ഷവും കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കുന്ന ദിലീപ് അഭിനയിച്ച സിനിമ കാണാൻ, അതിൻ്റെ പ്രത്യേക ഷോ ഡൽഹിയിൽ വെച്ചപ്പോൾ അത് കാണാൻ പോയ ബേബിയുടെ സമീപനത്തിൽ ഒരു സംശയവും തോന്നില്ല എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.